ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം. നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീനന്ദനം സദാ. രാമായ രാമചന്ദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നാമരാക്ഷസാന്തകം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമോസ്തു രാമായ സ ലക്ഷ്മണായ ദേവേ ച തസ്യ ജനകാത്മജായേ. നമോസ്തു രുദ്രേയ
മാരിയേഭ്യോ നമോസ്തു ചന്ദ്രാർക്ക മരുൽ ഗണേഭ്യ. ഹരിശ്രീ ഗണപതായ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഭരതാഗമനം. ദുഃഖിച്ചു രാജാന് നാരീജനവും പുന ഒക്കെ വിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടും ഉളറി സസംഭ്രമ അന്ത്രാപുരമകമ്പു കരുളി ചെയ്തു. തൈലമയ ദ്രോണി തന്നിലാക്കൂതര പാലകൻ തന്നുടൽ കേടുവന്നിടാക എന്നൊരു ചെയ്തു ദൂതന്മാരെയും വിളി. ഇന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറി ചെന്നു കേകയ രാജ അകം പൂക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതെ അയക്കണം. ശത്രുഘ്നോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകന്നയച്ചിടിനാൻ. സത്വരം കൈകേയ രാജമകം പൂക്കു അത്വാജുദാജിത്തിനോടു ചൊല്ലിടിനാൾ. കേൾക്കാൻ നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്തു വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ. ഏതുമേ വൈകാതെ അയോധ്യയ്ക്കയക്കുന്നു ദൂതവാക്യം കേട്ടം നേരം നരാധിപൻ. ബാലകന്മാരോടു പോകുന്നു ചൊല്ലിനാൻ. കാലെ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അന്നൊരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടയോധ്യാപുരി പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭൃഷ്ടാല ലക്ഷ്മീകം ജനോത്പാദവർജിതം. ദൃഷ്ട്വാ വിഗതോത്സവം രാജമെന്തിത തേജോ വിഹീനമേഘം പൂക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണ വർജിതം. തത്ര കൈകേയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉദ്ധായ ഗാഠമാലിംഗ മടിവെച്ചു ഉത്തമാകെ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമില്ലീമൽ കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃ ഭാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതി ഉത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ ഭ്രാതനിവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കണ്ടിലൊരു നാളുമേ. ഇപ്പോൾ ഭഗവതി താനെ വസിക്കുന്നത് എന്ത് ഉൾപൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകെന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയും ചൊല്ലിനാൾ. എൻ മകൻ എന്തു ദുഃഖിപ്പതിനവകാശം
നിന്മനോവാക് ചെയ്ത ഒക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ കൽപിതാവെന്നു കേട്ടോരു ഭരതനും. ക്ഷോണീതലെ ദുഃഖ വിഹല ചിത്തനായി വീടോ വിലാപം തുടങ്ങിനാൻ എത്രയും. ഭരതവിലാപം. താതാ ദുഃഖ സമുദ്രേ നിഭജ്യമാതേ രോധിക്കിനോ പോയിതു ഭൂപതേ. എന്നെയും രാജഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിക്കാതെ പിരി എങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടായോരിനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്ന നേരം ഉദ്ധാഭ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിംബല ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ. മാതൃവാക്യം സമാകർണ്യവാ ഭരതനും ഖേദപരവശ ചേതസ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃ ആതുനായി വിലാപിച്ചു മരിച്ചിതോ. താതനു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ എന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൻ. മന്നവൻ രാമ അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദൻ തന്നെ വാഴിക്കണം എന്നോ പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നോ തവാ പിത പണ്ടതിലൊന്നിൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമി തന്നോടിതു കാലമർത്തിച്ചേൻ. സത്യപരായണനായ നരപതി പ്രതീതലം നിനക്കു തന്നും രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകി ദേവി പാതിവൃത്യമാലംബ്യ ഭർത്തൃശ്രമം ഗമിച്ചിടിനാളാശു സൗമിത്രയും ഭ്രാതാവിനോടുകൂടെ പോയാൽ. താതന അവരെ നിനച്ചു വിലാപിച്ചു ഖേദന രാമ രാമേതി ദേവാലയം പൂക്കാനറികെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജൻ നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുട. ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോ അമ്മയെ ആദിപൂണ്ടിടിനാൻ. കണ്ടു നീർണകളും ഭർത്താവിനെ കൊന്ന പാപേ മനോഹോരെ നിസ്ത്രഭേ നിർദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാവിജ്ഞാനഹോ. നിന്നോട് ഉരിയാടരുതിനി ഞാൻ ചെന്നോ വഹ്നിയിൽ വീണു മരിപ്പതിനായിലോ. കാളകോടങ്കുട് ചീടുവനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവാൻ ഇല്ലൊരു സംശയം. ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭിപാകമാകിയ നാരകം തന്നിൽ വസിക്കോമിതു മൂലം. ഇത്തരം മാതരം വർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പൂക്കാൻ. പാതേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവു കൗസല്യയും പുണർനീടിനാൾ. കണ്ണീരിനോടും മെലിഞ്ഞു അതീതനായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടി എൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബരജടാധാരികളായി വനം പ്രാപിച്ചതെന്നെയും ദുഃഖാപുരാശിയിൽ താപേന ഭഗ്നയാക്കിയിടിനാൾ നിർദ്ദയം.
ആ രാമ രാമ രഘുവംശനായക നാരായണ പറഞ്ഞാൽ അൽമഞ്ജകൽപദേ നാദാ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്ന ഒരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലം യുദ്ധം കരയുന്ന മാതാവു തന്നെയും ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസായ ആകിതു കൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവ രാജാഭിഷേകം മുടക്കിനാൾ കൈകേയിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ്. ഞാൻ അറിഞ്ഞത്രേ എങ്കിലോ മാതാവേ ബ്രഹ്മഹത്യ ശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഗഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൻ. ദോഷം നിനക്കില്ലെന്നറിഞ്ഞു ഞാൻ. യുദ്ധം പറഞ്ഞു പുണർന്നു കാട ഉത്തമാങ്കെ മുകർന്നാളതു കണ്ടവ ഒക്കെ വിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോട് അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം, നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. വസിഷ്ഠോപദേശം. രോദനം കണ്ടരു ചെയ്തു വസിഷ്ഠനോ ഗേദം മതി കേളിതു കേവലം വൃദ്ധന്ത ശരദനായ രാജാധിപൻ സത്യൻ പരാക്രമൻ വിജ്ഞാന വീര്യവാൻ മർത്യ സുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്തായഥാവിധി യജ്ഞങ്ങളും ബഹു കൃത്വാ ദക്ഷിണയും മുദാദത്വാ ത്രിവിഷ്ടഭം യഥാ സുഖം ലബ്ധ്വാ പുരാനാർദ്ധ ആസനം ദുർലഭം വൃതാരിമുഖ്യ ത്രിദശൗഘവന്ദ്യന ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ അനനം താഴ്ത്തി നേത്രാമ്പൂ തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരൂപമാനവ്യനയ നദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽ കാരണൻ ദേഹമദ്യർത്ഥം ജഡം ക്ഷണഭുങ്കുരം മോഹൈക കാരണം മുക്തി വിരോധകം
ശുദ്ധി വിഹീനം പവിത്രമെല്ലൊട്ടുമേ. ചിത്തേ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ. ദുഃഖനകിം ഫലം മൃത്യുവശാൽമനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരാലായി മൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളി ഏറെ തളർന്നു മോഹിച്ചു വീണു. ഓർ നിസാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമെന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ ഓർക്കണമെല്ലാം സർവമവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്താഗ്ലാദി വസ്തുന വേർപ്പെടും നേരവും ദുഃഖമില്ലേതുമേ സ്വവേദന എന്നാൽ സുഖവും ഇല്ലേതുമേ. ബ്രഹ്മാണ്ഡ കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സന്തുഷ്ടങ്ങളായതും വാർക്കിലോ സംഖ്യയില്ലാതോളം ഉണ്ടിതെന്നാൽ ക്ഷണ ഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തരാസ്ത മഹാജ്ഞാനിനാ ഉള്ളതും ബന്ധമെന്തി ദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാ ഗുണവൈഭവങ്ങൾ അന്തർമുത കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്രാഗ്ര രത്നാംബുബിന്ദുകൾ സംവദിച്ചിടുമായുസതി നശ്വരം പ്രാപ്താൻ ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരഭി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങളാ വണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രങ്ങൾ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മ ഭേദങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും, ആത്മിനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യാനന്ദ സ്വരൂപൻ നിരാകുലൻ, സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ, അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇതമാനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തൃപ്താ തുടങ്ങുക കർമ്മ സമൂഹവും. സത്വമേതും വിഷാദമുണ്ടാകല. പിതൃസംസ്കാരം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനം കൃത്വാ യഥാവിധി സംസ്കാര കർമ്മവും മിത്രഭൃത്യാ മാതൃസോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താതാ ശരീരമെണ്ണ തോണി ആദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാതിലോദകം ദ്വാദശാവാസരെ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവും ആദരാൽ. വേദാപരായണന്മാരാം ദ്വിജാവലി ഗോധനാഗോധ ഗ്രാമരത്നാംബരം ഭൂഷണാലേപന താമ്പൂലഭൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ചു രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനോദിന മാനവീരനായൊരു ഭരതനും സാനോജനായി വസിച്ചിടിനാൻ അനുദിനം നാനാ സുഹൃജനത്തോടും അനാകുലം. തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികെ അർണരുഹാസന സന്നീപന മുനി സ്വർണാസനെ മരു വീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ അത്ര വരുത്തിയ രാമവർഗളും മന്ത്രികളോടും പുരാവാസികളോടും അന്ധകരാനന്ദം വളർന്നു മരുവിനാൻ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോ ഭോജസംഭവ നന്ദനൻ ചൊല്ലിനാൾ. ദേശ കാലോചിതനായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ. സത്യസന്ധന്തവ താതന്ത ശരത ഹൃദയതലം നിനക്കദ്യ നൽകിയിടിനാൻ.
പുത്രാഭ്യുദയാർത്ഥമേ കൈകേയിക്കു ദത്തമായൊരു വരദ്വയ കാരണം. മന്ത്രപൂർവാഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു അൻപോടു ചെയ്തിടും. രാജകമാം ഭവാലിനി ത്യാജമല്ലെന്നു ധരിക്കാ കുമാരനി. താതാ നിയോഗമനുഷ്ഠിക്കയും വേണം. പാതകമുണ്ടാമല അല്ലായിലേവനൊന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നു കൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തു വസിഷ്ഠനോ മുനിയോടു. നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയനു രാജ്യം കൊണ്ടു കിംബലം മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ. നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർക്കാലെ പോകുന്നതുണ്ട് ഞാൻ. നാളികാനേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുര വാസികളുമാദ്യരും. ആനതേർക്കാലാൾ കുതിരപ്പടയോടു അനകാശങ്കപാടഹവാദ്യത്തോടും സോദരാഭൂസുര താപസ സാമന്ത മേദിനി പാലക വൈശ്യസുദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമ ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഉപസീതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇതം ഭരതൻ പറഞ്ഞതു കേട്ടവൻ എത്രയും നന്നെന്നു ചൊല്ലിടിനാൾ. ഭരതന്റെ വനയാത്ര. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുത മുത്തമന്മാരിൽ അത്യുത്തമനല്ലു നീ. സാധുക്കളെ വമ്പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സൗമന്ത്ര നിയോഗേന സൈന്യവും സത്വരൻ രാമനെ കാണാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞു മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസ ശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പറന്നു ചമഞ്ഞിതു. രാഘവ ലോകനാനന്ദ വിവാശരം ലോകരറിഞ്ഞില്ല മാർഗഗേധങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കൈകേയ പുത്രി സുതൻ പടയോടുമി ആഗതനായി കേട്ടു ഗുഹന്തത. ശങ്കിത മാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. വാണചാവാദി ശസ്ത്രങ്ങളും കൈകൊണ്ടു തോണികളൊക്കെ വന്ദിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതു ഉണ്ടു വൈകാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ എന്നുടെ അന്തർഗത മറിഞ്ഞൂടുന്നുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാമോ അവരിനി നിർണയം. ശുദ്ധനെന്നാകിൽ കടത്തുകയും വേണം. പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇതം വിചാരിച്ചു ഉറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൾ. നാനാവിധോപായനങ്ങളും കാച്ച ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരംഗന ശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനൂജം മാരസമാന ശരീരം മനോഹരം. കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്താപ പ്രമാണവും ചെയ്തു ഭരതനും അന്നേരം. ഉത്താഭ്യഗാഠമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയാ വാക്യവും ഉക്താഗുഹനോട് പിന്നെയും ചൊല്ലിടിനാൾ. ഉത്തമ പുരുഷോത്ത രത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ. ലോകാലംബബോധനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കു. അതോർക്ക നീ ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്ങൾ. ഇന്നതിനെല്ലൊരു സംശയം മത്സകേ
സോദരനോടും ജനാൽവ ആത്മജയോടും ഏതൊരിടത്തു നിന്നാമ്പോട് കണ്ടിതു രാമനെ. നീ അവനെന്തു പറഞ്ഞതും നീ മുതാരാമനോടെന്തോന്ന് ചൊന്നതും യാതൊരിടത്തും ഉറങ്ങി രഘുനായകൻ സീതയോടു നീ ഇവിടം മുതാ. കാട്ടിൽ തിരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാതൊരു സന്തോഷ ചേതസ ഭക്തൻ വര തത്വമായെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടനായി എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൽ കണ്ടാലുമെങ്കിൽ കുശാസ് ഹൃദം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയസ്ഥലം കണ്ടു വരദനും മുക്തബാഷ്പോദകം തൊണ്ടാ വിറച്ചു സദ്ഗതം ചൊല്ലിന. ആ സുകുമാരി മനോഹരി ജാനകി പ്രസാദമൂർധനി സുവർണ തൽപസലി കോമള സിഗ്ധവളാംബരാശ്രിതേ രാമണേ ശേദേ മഹാസുഖം സാ കഥം ശേദേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ ഗേദേന സീത മതിയാഗ്രജന്മനാമദോഷ കാരണാലെന്തു ചിന്തിച്ചു വിദേഹമാശു പരിത്യജിച്ചിടുവാൻ. ഹിംവിഷാകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ അതിപാപിയായ എന്നെ ധിക്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും ജന്മസാഫല്യം വന്നിതു ജനോ നിർമ്മല മാനസൻ ഭാഗ്യവാൻ എത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിനു പോയവനല്ലോ ശ്രീരാമ സദാ ാർക്കുദാസനായാരുടെ ഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവന്നാൽ വരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോട് ഇവിടെ വസന്തകൾ കൗസല്യാതനവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുക എന്നതു കേട്ടു ഗുഹനോ മരുൾ ചെയ്തു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏകശ്രീ രാമായണം. ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം, നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം.
ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ.